ഓരോ മനുഷ്യനും അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നതും ആലോചിക്കുന്നതും പരിശ്രമിക്കുന്നതും സമ്പത്തിനു വേണ്ടിയാണ്. എന്നാൽ സമ്പത്ത് വർദ്ധിപ്പിക്കാനുള്ള വളരെ സിമ്പിളായുള്ളൊരു ടൂൾ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഈ ടൂളിനെ കുറിച്ച് ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങൾ ആരെങ്കിലും പ്രഭാതത്തിൽ ഇത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ സന്ധ്യക്ക് മുമ്പ് അവൻ മരണപ്പെട്ടാൽ അവൻ സ്വർഗത്തിലായിരിക്കും. രാത്രിയിൽ പ്രാക്ടീസ് ചെയ്യുന്നവൻ പ്രഭാതത്തിന് മുമ്പ് മരണപ്പെട്ട് കഴിഞ്ഞാൽ അവൻ സ്വർഗത്തിലായിരിക്കും. എന്താണ് ആ കാര്യം? ഇസ്തിഗ്ഫാർ, അള്ളാഹുവിനോടുള്ള പാപമോചനമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു നൂഹിൽ പറഞ്ഞു, ഫഖുൽ തുസ്തഗ്ഫിറു റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗ്ഫാർ തേടുക. എന്താണ് അതിൻ്റെ ഗുണം? ആകാശത്ത് നിന്ന് അവൻ മഴ വർഷിപ്പിച്ചു തരും. നിങ്ങൾക്ക് വയുംദിദുക്കും ബി അംവാലി വ ബനീൻ, നിങ്ങൾക്ക് സമ്പത്തും സന്താനങ്ങളും വർദ്ധിപ്പിച്ചു തരുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വാഗ്ദാനം ചെയ്തു. ഈ ഇസ്തിഗ്ഫാറിൻ്റെ നേതാവ് സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്ന് പഠിപ്പിച്ച ദുആയാണ് ഞാനിവിടെ പറയുന്നത്. അല്ലാഹുമ്മ അൻത റബ്ബി, അല്ലാഹുവേ നീ എൻ്റെ റബ്ബാണ്. നമ്മൾ ഈ പ്രാർത്ഥന വളരെ മൈൻഡ്ഫുള്ളായിട്ട് മനസ്സിൽ കരുതിക്കൊണ്ട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമുക്ക് റിസൾട്ട് കിട്ടുന്നതാണ്. അല്ലാഹുമ്മ അൻത റബ്ബി, അല്ലാഹുവേ നീയാണ് ഞങ്ങളുടെ റബ്ബ്. ഖലഖതനി, നീ എന്നെ സൃഷ്ടിച്ചു. വഅന അബ്ദുക്, അല്ലാഹുവേ ഞാൻ നിന്റെ ദാസനാണ്, ദാസിയാണ്. വഅന അലാ അഹ്ദിക വഅദിക മസ്തതഅതു, എന്നെക്കൊണ്ട് കഴിയുന്നിടത്തോളം ഞാൻ നീയുമായിട്ടുള്ള കരാറ്, നിന്നോട് ചെയ്ത വാഗ്ദാനങ്ങൾ ഞാൻ പാലിക്കുന്നതായിരിക്കും. വഅബൂഉ ലക ബിനിഅമതിക അലയ്യ, അല്ലാഹുവേ നീ എന്നോട് ചെയ്ത അനുഗ്രഹങ്ങളെ ഞാൻ അംഗീകരിക്കുന്നു, ഞാൻ ഏറ്റുപറയുന്നു. വഅബൂഉ ബിദംബി, ഞാൻ ചെയ്തു പോയ പാപങ്ങൾ, കുറ്റങ്ങൾ ഞാൻ ഏറ്റുപറയുന്നു, ഞാൻ അംഗീകരിക്കുന്നു. ഫഗ്ഫിർലി, അതുകൊണ്ട് സ്നേഹനീതിയായ റബ്ബേ എനിക്ക് നീ പുറത്തു തരണമേ. ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത്, കാരണം നീയല്ലാതെ മറ്റാരും പുറത്തു തരാനില്ല. വിശ്വാസികളായ നമ്മൾ ഈ റമളാനിൽ നിരന്തരമായിട്ട് നമ്മൾ ആത്മാർത്ഥമായി ഈ പ്രാർത്ഥന ഉരുവിട്ടുകൊണ്ടിരിക്കുക. തീർച്ചയായിട്ടും സുഭിക്ഷമായ സന്തോഷകരമായ ഒരു ജീവിതം നമുക്കിതിലൂടെ പ്രദാനം ചെയ്യപ്പെടുന്നതാണ്. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.